ഒരു സെക്കൻഡ്, വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. ഹലോ ഗൈസ്, നമസ്കാരം എല്ലാവർക്കും. അറിയാലോ, നമ്മളിപ്പോൾ ഉള്ളത് സെർബിയയിലെ ബെൽഗ്രേഡിലാണ്. അപ്പം ഇന്ന് നമ്മുടെ അവസാനത്തെ ദിവസമായിട്ട് ഇവിടെ ഞങ്ങൾ ഇന്ന് തിരിച്ച് ദുബൈയിലേക്ക് പോവുകയാണ്. ഇവിടെ പുറത്ത് കണ്ടോ നല്ല മഴയാണ്, നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്, തണുപ്പും നല്ല മഴയും. അപ്പം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ അറിയാലോ, ഇന്നത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് അവർ ഷോപ്പിയുടെ ഭാഗം ഒരു ടാബ് ഗിവ് കൊടുക്കുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവർ ഷോപ്പിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തവർ ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് പുതിയ കോഡ് ആഡ് ചെയ്യാം കേട്ടോ. അവർ ഷോപ്പിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷനിൽ നിന്നും ആ ഒരു ലിങ്ക് എടുത്തിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അവിടെ കിട്ടുന്ന ഒരു കോഡിന്, മലു ട്രാവലിൻ്റെ കോഡിന്, ആ കോഡ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടു, ഞങ്ങൾ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. കോവിഡ് ടെസ്റ്റ് റിസൾട്ട് വന്നു, നെഗറ്റീവാണ്. ഞങ്ങൾ 3 പേരുടെയും നെഗറ്റീവാണ്. രാവിലെ 8 മണിക്ക് ചെയ്തിട്ട് ഒരു 4 മണിയാകുമ്പോഴേക്കും റിസൾട്ട് കിട്ടി കേട്ടോ. സെർബിയയിൽ നമുക്ക് എത്ര എക്സ്പെൻസ് ആയി ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചോദിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് പറയുന്നത് കേട്ടോ. നമുക്കിവിടെ എത്ര എക്സ്പെൻസ് ആയി, എങ്ങനെയൊക്കെയാണ് എക്സ്പെൻസ് ആയെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ എയർപോർട്ടിൽ പോയി അവിടെ നമ്മൾ നേരെ ബാക്ക് ടു ദുബായിൽ നിന്ന് 2-3 വീഡിയോസും കൂടി വരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് പോകും കേട്ടോ. ഹാപ്പിയല്ല ഷബീർ? ഹാപ്പിയല്ല? കോവിഡ് ഒക്കെ നെഗറ്റീവ്, ഒരുപാട് തണ്ടി നടന്നിട്ടും കോവിഡ് പിടിച്ചിട്ടില്ലല്ലോ. ഓക്കെ, എയർപോർട്ടിൽ പോകും. ഓക്കെ, നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട്. ഇതാണ് എയർപോർട്ടിൻ്റെ ഉൾവശം. നമ്മൾ ശരിക്കും തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇത്ര വൃത്തി കണ്ടില്ലല്ലോ എയർപോർട്ട്. ഇവിടെയാണ് നമുക്ക് എന്താ പറയുക, ചെക്ക് ഇൻ ചെയ്യേണ്ട സ്ഥലം. അപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇമിഗ്രേഷൻ സൈഡിലേക്ക് പോകണം. ഫ്ലൈറ്റ് പോയതല്ലേ? ഇവിടെ മാസ്ക് എന്തായാലും വേണമെന്നുണ്ടല്ലോ. കുറേ ആൾക്കാർ മാസ്ക് ഇട്ടിട്ടുണ്ട്. ആൾക്കാർ ഇടുന്നില്ല നമുക്ക് വിടാം അല്ലേ? അതെ, ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഇങ്ങനെ ഒരാഴ്ചത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും നമ്മൾ മാസ്ക്. നല്ല ചൂടാണ്. ഇത്ര ദിവസം മാസ്കിൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷെ ഇപ്പം നമ്മൾ മാസ്ക് ഇടേണ്ട ആവശ്യമാണ്. ചെക്ക് ഇൻ ചെയ്യണം. ഇനി ഇവിടുന്ന് എമിഗ്രേഷൻ കഴിഞ്ഞ് ഫ്ലൈറ്റ് കയറുമ്പോൾ അവിടെ മാസ്ക് വേണം. ദുബൈയിൽ മാസ്ക് ഇല്ലെങ്കിൽ 5000 ദിർഹംസ് ഫൈന്. ഒരു രാജ്യങ്ങളുടെ ബോർഡർ മാറുന്ന വെച്ചിട്ട് നിയമങ്ങൾ വരുന്ന മാറ്റങ്ങളാണ്. കോവിഡൊക്കെ അവിടെ ഇവിടെ ഒക്കെ സെയിം ആണ്. നിയമങ്ങളൊക്കെ ഒരുപാട് മാറും. ഓക്കെ, നമ്മുടെ നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെയും നിയമങ്ങൾ മാറും. ഓരോ രാജ്യം അവിടുത്തെ ഭരണാധികാരികളുടെ കഴിവ് പോലെ, അവിടുത്തെ ആൾക്കാരുടെ ഇതുപോലെ ഇരിക്കും. അസുഖങ്ങളുടെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തായിക്കോട്ടെ പ്രശ്നം വരുന്നത്. ഷബീർക്കാണ് ഫ്രണ്ട്സിൻ്റെ മെച്ചെന്ന് വെച്ചാൽ 24 മണിക്കൂർ വീഡിയോ കോൾ ആട്ടോ. എവിടെ പോയാലും ഷബീർക്ക് ഇങ്ങനെ വീഡിയോ കോൾ തന്നെ. ഇവന് ഈ കാണുന്നതിനേക്കാൾ കാഴ്ചയിൽ അവൻ്റെ ഫ്രണ്ട്സ് കാണുന്നുണ്ട്. ഇതേ നമ്മുടെ 3 ആളെയും പാസ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. കൗണ്ടർ എവിടെ കിടക്കുന്നുണ്ട്. ജെസുക്ക ഫേസ്ബുക്കിൻ്റെ ലോഗോ പോലെ കുഞ്ഞിയേക്കല്ല, സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ നിൽക്കുക. ഇതെന്തായത്? ഒരേ മൊബൈൽ കളിയാ. എക്സ്പെൻസിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടോ, എത്ര എക്സ്പെൻസ് ആയി. എൻ്റെ ഇവിടുത്തെ ഫിനാൻഷ്യൽ മാനേജർ ജെസുക്കയാണ്. ഇവിടെ പൈസ ഓനെടുത്ത് കൊടുത്തിട്ട് ഓനെ പഠിപ്പിച്ചാൽ എങ്ങനെ ചിലവ് ചുരുക്കി ജീവിക്കാം. ഈ ബഡ്ജറ്റിൻ്റെ ഉള്ളിൽ സെർബിയ തീരണമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ജെസുക്ക ഞാൻ പ്രത്യേകം ട്രെയിനിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി ജസീനെ ഒറ്റക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ യാത്ര ചെയ്യും. മൈ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്, ദിസ് ഇസ് മൈ നെക്സ്റ്റ് സ്റ്റുഡൻറ്റ്. ഓൾറെഡി ആയില്ലടാ, സ്റ്റുഡന്റ് അല്ലല്ലോ, ക്യാമറ സ്റ്റുഡന്റ്, അഡ്വഞ്ചർ സ്റ്റുഡന്റ്. അടിപൊളി. ഇവിടെ നിങ്ങളവിടെ ഇവിടെ ചെക്ക് ഇൻ സ്റ്റാഫ് ഒന്നും മാസ്ക് ഇട്ടില്ല കേട്ടോ, ഞാനോ ഇട്ടില്ല. പക്ഷെ അവർ 2 മീറ്റർ that's what we are saying. For that approval from Serbia, there is no. You can find on website the country Serbia is not listed. So we confirm with the government put it upload in our system.
Listen, we already confirmed with the flight Dubai yesterday. Actually, we are to India. Yeah. No. To Indian only. Which destination? From there we go home. Actually, we came here for vacation, so that's why we took the two-way For ticket. my point to Dubai resident, it's okay. We understood that you're going to India. Because you said you're going home, so when I see your passport, I think you're going to India. Okay. Just have to be clear, very clear. Yeah. Since we have 1,000 procedures, for every country, at least 50 to 100. Yeah. Thank you. Thank you. Thank you. Thank you so much. Thank you so much. പിന്നെ സംഭവം എന്താ വെച്ചാൽ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാനാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഇവിടെ കോവിഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കാണിക്കണം, അതുപോലെ റിട്ടേൺ ടിക്കറ്റ് കാണിക്കണം. ഇവർ ചോദിച്ചാൽ നമ്മൾ നേരെ ഇന്ത്യയിലേക്ക് പോകണം. അപ്പം ഇന്ത്യയിലേക്ക് പോകാനാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അപ്രൂവൽ എടുക്കണം പോലും. ഇവിടുന്ന് ഇന്ത്യയിലേക്ക് പോകാൻ അങ്ങനെ ഉണ്ടല്ലോ. ദുബായിൽ നിന്ന് പോകാൻ അപ്രൂവൽ വേണ്ട, പക്ഷേങ്കിൽ ഈ രാജ്യത്ത് നിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപ്രൂവൽ വേണം. അപ്പോൾ സെർബിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്നതാണെന്ന് വിചാരിച്ചാണ് അവർ ഫസ്റ്റ് നമ്മളൊന്ന് ബ്ലോക്ക് ചെയ്ത്. കാരണം ഇന്ത്യയിലേക്ക് സെർബിയയിൽ നിന്ന് പോകാനാണെങ്കിൽ നമുക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രൂഫ് വേണം. അവിടുന്ന് ഒരു അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇവിടുന്ന് ഇന്ത്യയിലേക്ക് പോകാൻ പറ്റും. പക്ഷേങ്കിൽ നമ്മൾ ദുബായ് റെസിഡൻസ് ആയതുകൊണ്ട് വിഷയമില്ല, ദുബായിലേക്ക് പോകാം. ദുബായിലേക്ക് പോകുന്നതിന് പ്രൂഫൊന്നും വേണ്ട. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ദുബായിൽ നിന്ന് നമുക്ക് ലോകത്ത് എവിടെയും നമുക്ക് പോകാം, ദുബായിലേക്കും തിരിച്ചു പോകാം, യാതൊരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ല. പിന്നെ അതുപോലെ ഷെബീറിന് ദുബായ് വിസ ഇല്ല. അപ്പോൾ ഷെബീറിന് ദുബായിലേക്കുള്ള വിസിറ്റിംഗ് വിസ ഓൾറെഡി ഞങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് റിട്ടേൺ ടിക്കറ്റും ഞങ്ങൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ കാണിച്ചപ്പോൾ ഷെബീറും ദുബായിലൊക്കെ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം വരുന്നില്ല, അങ്ങനെ ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന എമിഗ്രേഷനാണ്, അത് കഴിഞ്ഞിട്ട് കാണാം. പിന്നെ കംപ്ലീറ്റ് ചെക്കിങ് കഴിഞ്ഞു കേട്ടോ. ഞങ്ങളിപ്പോൾ ഫ്രീ സോണിലുള്ളത്. ഫ്രീ സോൺ മീൻസ് നമ്മുടെ ഡ്യൂട്ടി ഫ്രീൻ്റെ ഏരിയ ഇല്ലേ, അവിടെയുള്ളത് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളാണ് ചിലപ്പോൾ. പിന്നെ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് എത്ര പൈസ എക്സ്പെൻസ് ആയി എന്നുള്ളത്. ശരിക്കും കറക്റ്റ് കണക്ക് പറഞ്ഞുതരാം. ഞങ്ങൾക്ക് ദുബായിൽ നിന്നും 3 പേർക്ക് ബെൽഗ്രേഡിലേക്ക് വന്നു പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ഏകദേശം 6500 ദിറംസാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ആയത്. നാട്ടിലത്തെ ഒരു 1,20,000 രൂപ. അപ്പം പിന്നെ അതിൻ്റെ കൂടുതൽ ഇൻഷുറൻസ് ഒന്നും വേണ്ട. ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. കോവിഡ് ടെസ്റ്റും എടുത്തിട്ടില്ല. വരുമ്പോൾ ഇങ്ങോട്ട് വരാൻ നിങ്ങൾക്ക് കോവിഡ് ടെസ്റ്റോ ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ടിക്കറ്റ് മാത്രം മതി, റിട്ടേൺ ടിക്കറ്റും അതുപോലെ ഹോട്ടൽ ബുക്കിംഗ് മാത്രം മതി. ഇവിടെ വന്ന് ഞങ്ങൾ റൂം എടുത്തത് ഒരു 50 യൂറോ റേഞ്ചിലാണ്. ഞങ്ങൾക്ക് ഏകദേശം ഒരു 350 യൂറോനെടുത്ത് എക്സ്പെൻസ് ആയി. 350 യൂറോ എന്ന് പറയുമ്പോൾ ഒരു 10-20 സംതിങ് രൂപയാണ്. 30 രൂപ കൂട്ടിക്കോ, 30 രൂപ എക്സ്പെൻസ് ആയി. അപ്പം 30 രൂപ എന്ന് പറയുമ്പോൾ അങ്ങനെ ടോട്ടലി 1,50,000 പിന്നെ ഫുഡിനും ഒക്കെ കൂടി എക്സ്പെൻസ് കുറച്ചായി. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് കോവിഡ് ടെസ്റ്റ് ഒരാൾക്ക് 120 യൂറോ വെച്ചിട്ട് 11,000 രൂപ വെച്ചിട്ട് 3 ആൾക്കൂടി 33,000 രൂപയുടെ അടുത്ത് കോവിഡ് ടെസ്റ്റ്. ടോട്ടലി ഞങ്ങൾക്ക് ഈ ഒരു 7 ദിവസത്തെ ഈ ഒരു ട്രിപ്പിന് ഞങ്ങൾക്കായത് 2 ലക്ഷം രൂപയാണ്. 2 ലക്ഷം രൂപ 3 പേർക്കാണ് ഈ ഒരു സെർബിയൻ ട്രിപ്പിന് ഞങ്ങൾ ടോട്ടൽ എക്സ്പെൻസ് കണ്ടത്. അതും ദുബായിൽ നിന്ന് വന്ന് പോകുന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ അതിന് കൂടുതൽ ചിലവാണ് കേട്ടോ. പിന്നെ പ്രവാസികളോട് ഒരു 2-ൽ കൂടുതൽ ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ ഈ സമയത്ത് വരാതിരിക്കുകയാണ് നല്ലത്. വേറെ ഡെസ്റ്റിനേഷൻസ് ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം, അതല്ലെങ്കിൽ വരാതിരിക്കുന്നത് നല്ലത്. കാരണം റിട്ടേൺ പോകാൻ എക്സ്പെൻസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ചിലവുണ്ട്, ചിലവില്ലാതില്ല. പിന്നെ നല്ലൊരു കൺട്രിയാണ്. പിന്നെ യൂറോപ്യൻ യൂണിയനൊക്കെ ഇപ്പം ബോർഡേഴ്സൊക്കെ ഓപ്പൺ ആക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നവംബർ ഫസ്റ്റ് വീക്കോ സെക്കൻഡ് വീക്കോ ഞാൻ വേറൊരു രാജ്യത്തേക്ക് പോകുന്നുണ്ട്. നല്ല അടിപൊളി കൺട്രി, അത് ഓൾറെഡി അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ ബോർഡേഴ്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അഫ്കോഴ്സ് ഇനി യൂറോപ്പിലേക്ക് പോകും. കാരണം വിസാസൊന്നും ഇനി വലിയ കുഴപ്പമില്ല. ഓൾറെഡി ഒരു വിസ ഇഷ്യൂ ചെയ്തിട്ട് എക്സ്പയർ ആയിട്ട് ക്യാൻസൽ ആയതാണ്. അപ്പോൾ അടുത്ത വിസ കിട്ടാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ ദുബായിലല്ലേ ഉള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ. അടിപൊളി സ്ഥലമാണ്, പ്രശ്നമൊന്നുമില്ല, നല്ല സേഫൊക്കെയാണ്. കള്ളന്മാർ അഫ്കോഴ്സ് അത് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും ഒരു 99% നല്ല ആൾക്കാരും 1% അത്രമേ മോശം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 1% നമുക്ക് എടുത്തു കളയും അല്ലേ. പിന്നെ മെയിനായിട്ട് നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുളക് പൊടി, മല്ലിപ്പൊടി മുതലായ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. മാഗി ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. ഇവിടെ നിങ്ങൾക്ക് എരിവുള്ള സ്പൈസിയായ ഒരു കാര്യങ്ങൾ ഇവിടെ ഫുഡൊന്നും കിട്ടില്ല. ഒരു ഇന്ത്യൻ ഡിഷും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഇല്ല, ഒന്നുമില്ല. ഉള്ളത് തന്നെ ഒരു രസമില്ലാത്ത. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ 1 കിലോ അരി കൊണ്ടുവരിക. 1 കിലോ അരിയും അതിനെന്തെങ്കിലും മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫാമിലിയായിട്ട് വരുവാണെങ്കിലാണ് മാർക്കറ്റിൽ പോയി പച്ചക്കറിയൊക്കെ വാങ്ങി നിങ്ങൾ എടുക്കുന്ന ഹോട്ടലിൽ തന്നെ കിച്ചൺ കിട്ടും. വിത്ത് കിച്ചൺ ഹോട്ടൽസ് കിട്ടുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും കേട്ടോ. സമയം 12:30 മണിയായി. 2 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ 1:30 മണിയാകുമ്പോഴേക്കും ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് കയറണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ വന്നത്. ഓക്കെ.
നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. A1 നമ്മൾ പോകുന്നത്. ആൾക്കാരൊക്കെ പോകുന്നത് കാണുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോകുന്നുണ്ട്. ഫ്ലൈ ദുബായ് നമുക്ക് പോകാനുള്ള ഫ്ലൈ ദുബായ് വന്നിട്ടുണ്ട്. സമയം ഉച്ചയ്ക്ക് 1:45. നമ്മൾ വന്നറിയാതെ നമ്മൾ വന്നിട്ട് ഇവിടെ ഇറങ്ങി 1 മണിക്കായിരുന്നു. അതേ ഫ്ലൈറ്റിനാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. അതേ സമയത്ത് വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ഫ്ലൈറ്റ് എങ്ങാണ്ട് സെർബിയയിൽ നിന്ന് ഈ ദുബായിലേക്ക് ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വേറെ കാര്യം, വീക്കിൽ ഇത്ര ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാ ദിവസവും ഫ്ലൈറ്റ് ഇല്ല. ഓക്കെ, നമ്മളങ്ങനെ എത്തി. നമുക്ക് കിട്ടിയത് 8ാം നമ്പർ സീറ്റാണ്. ഇന്ന് ഷബീർക്കാണ് ഇന്ന് വിൻഡോ സീറ്റ് എടുത്തുള്ളത്. ഷബീർക്കാക്ക് ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാൻ കാഴ്ച ഉണ്ടല്ലേ. അപ്പം ഇങ്ങനെ അങ്ങോട്ടേക്ക് ഷബീർക്ക് അവരേതായാലും കാഴ്ച കാണട്ടെ അല്ലേ. നമ്മൾ ലാൻഡ് ചെയ്തു. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുണ്ടല്ലേ, ക്യൂ നിൽക്കരുത്, മെല്ലെ അവസാനം പോയാൽ മതി. പക്ഷെ ഇന്ന് നമുക്ക് കുറച്ച് തിരക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തിരക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം ഇടിയിട്ടുണ്ട്. നമുക്ക് ഓടുന്നുണ്ടോ? സമയം 9 മണിയായി. ഇപ്പം ബസ്സിലിങ്ങനെ കയറിയിട്ടുണ്ട്. ഇതേ ഷിബീർക്ക് ഒരു ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ജെസുക്ക് വരുന്നത് അവിടെ ഒറ്റക്ക് ആരും ഇല്ലാണ്ട് അവർ മൂലക്ക് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ടെർമിനൽ 3ലേക്കാണ് പോകേണ്ടത്. അവിടെ പോയിട്ട് എമിഗ്രേഷൻ കാര്യങ്ങളുണ്ട്. ഒരുപാട് കലാപരിപാടികൾ കേട്ടോ. അതൊക്കെ തീരട്ടെ. പിന്നെ നമ്മളിപ്പോൾ എന്താ പറയുക, എമിഗ്രേഷൻ കഴിഞ്ഞപ്പോൾ ലഗേജിൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരുപാട് സമയം ഞങ്ങളോട് സംസാരിച്ചു എന്തൊക്കെയാണ് പരിപാടിയൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ ക്യാമറമാനാണ്. ഞങ്ങളുടെ ഇവിടുത്തെ വിസ സോഷ്യൽ മീഡിയ വിസ ആയതുകൊണ്ട് യൂട്യൂബ് ചാനൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ സോഷ്യൽ മീഡിയ അതുകൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ടോ. സത്യം പറഞ്ഞാൽ വിസ എടുത്ത് വളരെ നന്നായി. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ എൻ്റർ ചെയ്യാൻ സുഖമാണ്. നമുക്ക് സുഖമാണ്. നമുക്ക് എമിറേറ്റ്സ് സൈഡിലുകൊണ്ട് അപ്പുറം ഈ ഗേറ്റ് വഴി കിടക്കാം. എമിഗ്രേഷൻ ഓഫീസറെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഷബീറിനെ പോലത്തെ ആൾക്കാർ വരുമ്പോൾ വിസിറ്റിങ്ങിലൊക്കെ നമ്മളെ ആരും കൂട്ടി വരുമ്പോൾ മാത്രമായിട്ട് പ്രശ്നം വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് പോകണം. അവിടെ പോയി രണ്ടാമത് മൂക്കിൽ കയറ്റിയിട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്യണം. ഇന്നലെ ടെസ്റ്റ് ചെയ്തു. ഇന്ന് രണ്ടാമത് ഞങ്ങൾ ഇവിടുന്ന് ടെസ്റ്റ് ചെയ്യുന്നു. നേരം ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുന്നു. നാട്ടിലെത്തി കഴിഞ്ഞാൽ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ മൊത്തം ടെസ്റ്റ് ചെയ്തിട്ട് അവസ്ഥ കേട്ടോ. മൂക്കിൻ്റെ തുളവെല്ലാം മിക്കവാറും. ഞങ്ങളങ്ങനെ റൂമിലെത്തി. കഴിഞ്ഞ തവണ താമസിച്ച അതേ ഹോട്ടലിലാണ് ഇത്തവണ താമസിക്കുന്നത്. പിന്നെ വേറെ എന്താ പറയുക, ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ദുബായ് എയർപോർട്ടിൽ ശരിക്കും കോവിഡ് ടെസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ നാട്ടിൽ നിന്ന് വന്നുകൊണ്ടാണെന്ന് അറിയില്ല, ഇന്ത്യയിൽ നിന്ന് വന്ന ഫ്ലൈറ്റ് ആണെന്നല്ല, അവർ നമ്മുടെ കോവിഡിൻ്റെ റിസൾട്ടൊക്കെ അവർ വാങ്ങി വെച്ചിരുന്നു. പക്ഷെ ഇത്തവണ അവരൊന്നും വാങ്ങിയിട്ടില്ല. അതേ നമ്മുടെ സെർബിയയിൽ നിന്ന് നമ്മൾ കിട്ടിയ നമ്മുടെ റിസൾട്ട് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വെറുതെ ഞങ്ങൾ 500 ദിർഹംസ് കൊടുത്ത് അവിടെ ടെസ്റ്റ് ചെയ്യുന്നല്ലാതെ വേറെ അവിടെ ആ ഒരു ചെക്കിംഗ് കൗണ്ടറിൽ മാത്രം അവർ നോക്കിയിട്ടില്ല കേട്ടോ. ദുബായ് എയർപോർട്ടിലൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരുപാട് മലയാളികൾ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്തു വരാൻ പറ്റാതെ എന്തോ ഒരു പ്രശ്നം, ഒരു 10-30 മലയാളികൾ ഇവിടെ ഉണ്ടായിരുന്നു. ബാക്ക് ടു ദുബായ്, നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഒരു 2-3 ദിവസം ഉണ്ടാവും. ഇനി ഇവിടുന്ന് കഴിഞ്ഞിട്ട് നേരെ നാട്ടിലേക്കാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു കാര്യം കിട്ടി. ഞാനിപ്പം സെർബിയയിൽ നിന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നെഗറ്റീവാണ്. ദുബായിൽ നിന്ന് എന്തായാലും നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റും കൂടി ചെയ്യും. അപ്പോൾ അതും നെഗറ്റീവാണെന്ന് വെച്ചോ. അപ്പോൾ നാട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ ടെസ്റ്റും കൂടി ചെയ്യും. അതും നെഗറ്റീവാണെങ്കിൽ പിന്നെ ഞാൻ 14 ദിവസം ക്വാറന്റൈനിൽ കിടക്കണോ? ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറ. ഓക്കെ, ഒരാഴ്ചക്കുള്ളിൽ 3 തവണ അടുപ്പിച്ച് ചെയ്തിട്ട് നെഗറ്റീവ് റിസൾട്ടുമായിട്ട് നാട്ടിൽ പോകുന്ന എനിക്ക്, നാട്ടിലെത്തിയിട്ടും നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്ന എനിക്ക്, പിന്നെ ഞാൻ 14 ദിവസം ക്വാറന്റൈനിൽ കിടക്കേണ്ട ആവശ്യമുണ്ടോ? ക്വാറന്റൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്? കൊറോണ പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രവാസികളെ പിടിച്ച് ഞെക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയട്ടോ. ഒരുപാട് നന്ദി, സപ്പോർട്ട് ചെയ്യുന്ന നന്ദി. നല്ല നല്ല ട്രാവൽ വീഡിയോസുമായിട്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.